ശ്രീ എസ് കെ സജീഷ്, ഇപ്പോൾ പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് അത് സി പി എമ്മിന് ബാലികേറാമലയൊന്നുമല്ല. ഈ ഷാഫി പറമ്പിൽ വന്ന് കുറച്ചു കാലം ആണല്ലോ കോൺഗ്രസ് തുടർ വിജയങ്ങൾ നേടിയത്. അതിനു മുൻപ് ഈ പറയുന്നത് പോലെ ഒരു തവണ കോൺഗ്രസ്, ഒരു തവണ സി പി എം എന്ന നിലയ്ക്ക് തന്നെയാണ്. ഇടയ്ക്ക് ഈ പി എസ് പിയിൽ ഉണ്ടായിരുന്ന ഒരു സുന്ദരം മാത്രമാണ് കുറച്ചധിക കാലം പിന്നീട് അത് കോൺഗ്രസ് ആയി മാറുകയും ചെയ്തു കൈവച്ചത്. ഷാഫി പറമ്പിൽ മാറുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ പകരം വരുന്നു. സരിനെ അവിടെ മത്സരിക്കാൻ നിർത്തുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് അവിടെ ഒരു പാർട്ടി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വെക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. ഈ ഡീലാരോപണങ്ങളുടെ ഒക്കെ അടിസ്ഥാനം അതാണ്. എന്തുകൊണ്ട് അവിടെ പാലക്കാട് നേതാക്കളില്ലാഞ്ഞിട്ടാണോ? അല്ല, നേരത്തെ മത്സരിച്ച നേതാക്കൾ തന്നെയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി? എന്നെ മറസാക്കി നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ വില കുറച്ച് കാണിക്കൊന്നുമല്ല കേട്ടോ. ഒരു പാർട്ടി, ഒരു മുന്നണി നയപരമായി എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ 1956 കേരളം രൂപീകരിച്ച് 57 ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇത്രയും വിസ്തൃതമായൊരു ഭൂപ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത്. ആ അധികാരത്തിൽ വരുന്നത് സ്വതന്ത്രന്മാരുടെയും കൂടി പിന്തുണ കൊണ്ടാണ്. അന്ന് പലരെയും സ്വതന്ത്രരായി മത്സരിപ്പിക്കുകയും ആ സ്വതന്ത്രന്മാരുടെ കൂടി പിന്തുണ നേടിക്കൊണ്ട് കേരളത്തിന് തന്നെ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ പാലക്കാടും മറ്റു പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരത്തിൽ എല്ലാവർക്കും സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങളവിടെ അവതരിപ്പിക്കുന്ന NMR റസാഖ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. അദ്ദേഹം ഉജ്ജ്വലമായി വിജയിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. മാത്രവുമല്ല, അവിടെ ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു ജനവികാരമുണ്ട്. ആ ജനവികാരം ബി ജെ പിക്ക് അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയാതിരിക്കുകയാണ് ഭേദം. അവിടുത്തെ MLA-യുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന, വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണം. ആ കാഴ്ചപ്പാടാണ് പാലക്കാട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ആ കാഴ്ചപ്പാടിന് വിജയമുണ്ടാകും. യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത് തന്നെ ശരിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നേരത്തെ ഇവരുടെ ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിയമത്തെ കാര്യം ഉൾപ്പെടെ ഞാൻ സൂചിപ്പിച്ചല്ലോ. നിയമത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ഞാൻ വോട്ട് കണക്ക് തന്നെ പറയാം, അത് നേരത്തെ പറഞ്ഞുകൊണ്ടാണ്. ഈ 2006 6705 വോട്ടുണ്ടായിരുന്ന BJP വോട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ചു വരുന്നു. അവിടെ വോട്ട് കോൺഗ്രസിൻ്റെ കുറയുന്നത് എങ്ങനെയാണ്? 2006 60,884 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന് പിന്നീട് എത്രയാണ്? 2011 ആകുമ്പോഴേക്ക് ആ വോട്ട് 20,000 കുറയുകയാണ്. 20,000 കുറയുന്നു. അതിനുശേഷം 2016 എന്താണ്? 13,000 വോട്ടായിട്ട് കുറയുമ്പോഴാണ് BJP അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തെയാണ് ഞങ്ങൾ മറികടന്നിരിക്കുന്നത്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വർദ്ധിപ്പിച്ചപ്പോഴും BJPക്ക് അത്രയും വോട്ട് കൊടുത്തിട്ടാണ്. 2011 50,000 വോട്ടുണ്ടായിരുന്ന, 50,000-ൽ പരം വോട്ടുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ വോട്ട് 59,000 വർദ്ധിച്ചിട്ട് പോലും 13,000-ലേക്ക് UDFിൻ്റെ, കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞപ്പോഴാണ് അവിടെ BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങേയറ്റം എങ്ങനെ ജയിപ്പിച്ചു കൊടുക്കാം, അത്രയും ഒരു സാധാരണഗതിയിൽ ഏതെങ്കിലും എന്താ പറയുക, ഒരു വലിയ പ്രാധാന്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മത്സരിച്ചാൽ പോലും 5,000, 10,000 വോട്ടൊക്കെ കിട്ടും. ആ നിലയിലേക്ക് താഴ്ന്നു കൊടുത്ത്, അതായത് ശിരസ് പൂർണ്ണമായും താഴ്ത്തി കൊടുത്തിട്ടാണ് കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറക്കാനുള്ള സമീപനം അവിടെ കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് ആ വോട്ട് കണക്ക് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാം. അത് നേരത്തെ ഒരു ചർച്ചയുടെ ഭാഗമായി വന്നുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. മറ്റ് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ആ വർഷമോ, മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ 2021 അവിടെ 36,000 വോട്ടായിട്ട് വർദ്ധിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. കെ മുരളീധരനെ പോലെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയത്. അദ്ദേഹത്തിന് BJPയുടെ വോട്ട് ബാങ്കിലേക്ക് കൂടി കടന്നു കയറാൻ കഴിയുമെന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ആ സ്ഥാനാർത്ഥി തന്നെ അവിടെ ഉണ്ടാകുന്നത്. 36,000 വോട്ട് കെ മുരളീധരൻ അവിടെ നിന്ന് നേടുന്ന സമയത്ത് BJPയുടെ വോട്ട് കുറയുന്നുണ്ട്. വി ശിവൻകുട്ടിക്ക് 55,000 വോട്ട് നേടാൻ കഴിയുമ്പോൾ കുമ്മനം രാജശേഖരൻ 51,000 വോട്ടായിട്ട് മാറുന്നുണ്ട്. അവിടെ കാണേണ്ട, ഞാൻ പറഞ്ഞില്ലേ, അവിടെ BJP ജയിക്കാൻ വേണ്ടി ശിരസ് അത്രയും കുരിച്ചു കൊടുത്തു. 13,000-ലേക്ക് പോയി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ മുഴുവൻ ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ വേണ്ടി കഴിയും അതൊക്കെ ചെയ്തു. പിന്നെ ആരോ പോയി കുറേ ആളുകൾ ചെയ്തിട്ടായിരിക്കും 13,000 കിട്ടിയത്. അവിടെ പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് നേരിയൊരു ശതമാനം ഈ 13,000-ൽ നിന്ന് 36,000-ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഏതാണ്ട് അതിൻ്റെ ഒരു ഇരട്ടിയിൽ പരം വോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്?
കൂടിയിട്ടുണ്ട് എന്നുള്ള എന്നാലും നേരത്തെ ഉണ്ടായിരുന്ന 60,000-ലേക്ക് എത്തിക്കാനോ അതിൻ്റെ സമീപത്തേക്ക് എത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ കോൺഗ്രസ് പൂർണ്ണമായും BJPയെ സഹായിക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ മുരളീധരൻ മത്സരിച്ചപ്പോൾ പോലും അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ ജാഗ്രതയോടുകൂടി ഇടതുപക്ഷത്തെ ജയിപ്പിച്ചുകൊണ്ടാണ് അത് തുടർന്നത്. അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് വന്നത്. അക്കൗണ്ട് പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത. പിന്നെ നമ്മൾ കാണേണ്ട ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം രാജ്യത്തുടനീളം സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടി ഈ വേളയിൽ പരിശോധിക്കേണ്ടതുണ്ട്. 2001 BJPക്ക് അവിടെ 16,000 വോട്ടാണ്. 2006 BJPക്ക് അവിടെ 6,000 വോട്ടാണ്. എപ്പോഴാണ് ഈ പറയുന്ന വോട്ട് പ്രശ്നം ഉണ്ടായത്? അതിനുശേഷം 2001 അവിടെ 6,000 വോട്ടാണെന്നേ. രണ്ടായിരത്തി 6,705 വോട്ട് മാത്രമുള്ള BJP പിന്നീട് ആ സമയത്ത് കോൺഗ്രസിന് 60,000-ൽ പരം വോട്ടുണ്ട്. LDFന് 50,000 അതെ 6,000 ഉള്ളൂ. 6,000-ൽ നിന്നാണ് ഈ വളരുന്നത്. അതാ കണ്ടത്. 50,000-ൽ പരം വോട്ട് അന്ന് ഇടതുപക്ഷത്തിനുണ്ട്. പിന്നെ 2011-ലേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ട് 50,000-ന്റെ ആ റേഞ്ചിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്, ഒരിക്കലും കുറയുന്നില്ല. അവിടെ BJPയുടെ വോട്ടോ BJPയുടെ കൂടെ 43,000-ആയിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഒറ്റയടിക്ക്. എന്നിട്ട് അവിടെ UDFന്റെ വോട്ട് കുറച്ചു കൊടുത്തു, 20,000-ലേക്ക് കുറഞ്ഞു. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ പറയട്ടെ ഈ മാധു ഒരു കാര്യം കണക്കാണ് പറയുന്നതെങ്കിൽ പറയാൻ അനുവദിക്കുക. താങ്കൾക്ക് ഈ ചർച്ച കഴിഞ്ഞിട്ട് വിശദമായി പരിശോധിക്കും. പിന്നീട് 2016-ൽ വിജയിപ്പിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്? അതാ ഞാൻ പറഞ്ഞത്. LDF വോട്ട് നല്ലവണ്ണം വർദ്ധിപ്പിച്ചു. 59,000-ലേക്ക് LDFന്റെ വോട്ട് അവിടെ വർദ്ധിച്ചു. ആ സമയത്ത് നമ്മൾ കാണേണ്ടത് എന്താണ്, 67,000-ആയി LDFന്റെ വോട്ട് വർദ്ധിക്കുന്ന നിലയുണ്ടായി. 13,000 വോട്ടിലേക്ക് ചുരുക്കി കൊടുത്തു. 13,000 വോട്ട് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി സ്ഥാനം UDF പോലെയുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിന് ഏതെങ്കിലും പിന്നെ നിയമസഭാ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണോ? 13,000 കുറഞ്ഞു പോവുക എന്ന് പറയുന്നത് ആ നിലയിൽ കുറഞ്ഞു കൊടുത്തിട്ടാണ് പോയത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതായത് ചെയ്യാൻ വേണ്ടി കഴിയുന്ന മുഴുവൻ ചെയ്താലാണ്. എല്ലാ വീട്ടിലും കയറി കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. കൊടുക്കാൻ കഴിയുന്ന എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ടല്ലാതെ ഈ 13,000-ലേക്ക് 60,000-ൽ നിന്ന് ഈ കാലം കൊണ്ട് കുറച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ ചുറ്റിത്തിരിയേണ്ട കാര്യമില്ല. കണക്ക് വിശദമായിട്ട് പിന്നെ നമുക്ക് പരിശോധിക്കാം. ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മളത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്ന കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? ഇപ്പം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് 11 കോൺഗ്രസ് MLA-മാരല്ലേ ബീഹാറിലും അതുപോലെ തന്നെ ഹരിയാനയിലുമായിട്ട് വോട്ട് മാറ്റി ചെയ്ത് രാജ്യസഭയിലേക്ക് BJP അയച്ചത്? കോൺഗ്രസിന്റെ MLA-മാരല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കാണേണ്ടതില്ലേ? എന്ത് ക്രെഡിബിലിറ്റിയാണ് ഇവർക്കുള്ളത്? നാളെ ഇത് തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എന്ത് സംശയമാണ് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരെ പറ്റി നമുക്ക് പറയാൻ വേണ്ടി പറ്റുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം രാജ്യത്ത് നേതൃത്വം കൊടുക്കുന്ന KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പട്ടിക തീരുമാനിക്കുന്നു. നാളെ തനിക്ക് BJPയിലേക്ക് പോകണമെങ്കിൽ കൂടെ പോകാൻ വേണ്ടി പറ്റാവുന്നവരുടെ ഒരു പട്ടികയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ KC വേണുഗോപാൽ ഹൈക്കമാൻഡിനെ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന ആക്ഷേപം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. Debate with Madhu Saji.